ഹായ് അസ്സലാമു അലൈക്കും. നമുക്കിന്ന് സേമിയ പായസം എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസമാണ് സേമിയ പായസം. അപ്പോൾ നമുക്ക് പായസം എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ പായസം ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് മാറ്റി വയ്ക്കാം. അതിനായിട്ടൊരു ചൂടായ പാനിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ചെറുതായിട്ട് അണ്ടിപ്പരിപ്പിൻ്റെ കളറെല്ലാം മാറി വരുന്നുണ്ട്. ഈ സമയം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. മുന്തിരി ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക കേട്ടോ. മുന്തിരിയും നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിത് പാനിൽ നിന്ന് എടുത്തു മാറ്റാം. അപ്പോൾ ഞാൻ അതേ പാനിലേക്ക് തന്നെ ഒരു 150 ഗ്രാം റോസ്റ്റഡ് സേമിയാണ് എടുത്തിട്ടുള്ളത്, പായസ സേമിയ. അപ്പോൾ ഇത് വന്നിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അഥവാ നിങ്ങൾ യൂസ് ചെയ്യണത് വറുക്കാത്ത സേമിയ ആണെങ്കിൽ നമ്മൾ ഈ ഒരു നിറം ആവുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അല്ലെങ്കിൽ പായസം കുഴയും, പെട്ടെന്ന് തന്നെ അത് കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ സേമിയ വറുത്ത് ചൂടായി വന്നിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി നമ്മൾ പായസം തയ്യാറാക്കാനായിട്ട് ഒരു പാനിൽ 1 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് 4 കപ്പ് പാലും 2 കപ്പ് വെള്ളവും, മൊത്തം 1 ലിറ്റർ പാലും 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നെയ്യ് ചേർത്ത് നമ്മൾ പാല് തിളപ്പിക്കുമ്പോൾ പാലിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇതിങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ട്. അതുപോലെ പാല് നമ്മൾ തിളപ്പിച്ചിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. പാല് അടുക്കി പിടിക്കാതെയും അതുപോലെ പാട കെട്ടാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പാലൊന്ന് നന്നായി കുറുകി ചെറുതായിട്ടൊന്ന് കുറുകി വരണം. പാല് നന്നായി തിളച്ച് കുറുകി വരണം. അപ്പോൾ ആദ്യം നന്നായി പാല് തിളപ്പിച്ച ശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് കുറുക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കുകയാണ്. സേമിയ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ സേമിയ അവിടെ കട്ട കുത്തും. അപ്പോൾ സേമിയ വെന്ത് വരുന്നവരെ നമ്മൾ ഇത് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെ സേമിയ വേവിച്ചെടുക്കാനായിട്ട്. സേമിയ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. ഒരു 10 മിനിറ്റ് മതിയാകും സേമിയ നന്നായിട്ടൊന്ന് വെന്ത് വരാനായിട്ട്. ഈ പായസം കുറച്ച് തിക്കായിട്ടാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അഥവാ നിങ്ങൾക്ക് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലാണ് പായസം തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 ലിറ്റർ പാലോളം നിങ്ങൾ ഈ 150 ഗ്രാം സേമിയയ്ക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ സേമിയ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ എടുത്തിട്ട് നമ്മളിങ്ങനെ മുറിച്ച് നോക്കിയാൽ മതിയാകും സേമിയ വെന്തോന്ന് അറിയാനായിട്ട്. ഇപ്പോൾ സേമിയ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ പായസം ഒരു മീഡിയം ആയിട്ടുള്ള, നല്ല കടും മധുരമല്ല, ഒരു മീഡിയം ലെവലുള്ള മധുരമേ ഉള്ളൂ. നല്ല മധുരം ആവശ്യമുള്ളവർക്ക് ഒരു 1/4 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മൾ തിളപ്പിച്ചെടുത്താൽ മതിയാകും. ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ പായസം ചെറുതായിട്ടൊന്ന് ലൂസായി വരും. ഇനി നമുക്കിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പോളം കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റും കൂടി പായസം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം ഏലക്കാപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
ഇനി ഒന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് വേണ്ട അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസം തയ്യാറായിട്ടുണ്ട്. ഒരു ഹാഫ് ആൻ അവർ ഉണ്ടെങ്കിൽ മതിയാവും നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇപ്പോൾ പായസത്തിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാണ്, പക്ഷേ ഇത് ചിലപ്പോൾ ആറണ സമയത്ത് തിക്കാവാൻ ചാൻസ് ഉണ്ട്. ആ സമയം നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ തയ്യാറാക്കിയ പായസം ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.